ഛത്തീസ്ഗഡിൽ പിന്നെയും പ്രശ്നങ്ങളാണ്. അത് വല്ലാത്ത ഒരു ഗുരുതരാവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്, അല്ലേ? തീർച്ചയായും അത് അമിത്ഷായുടെ പ്രഖ്യാപിത നിലപാടായിരുന്നു. മാവോയിസ്റ്റുകളുടെ 2026 തന്നെ ഇന്ത്യയിൽ നിന്നും പൂർണ്ണമായി തുടച്ചു നീക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം ഉണ്ടായതിന് പിന്നാലെ വലിയ ഏറ്റുമുട്ടലാണ് നടക്കുന്നത്. പണ്ടെല്ലാം അറിയാവുന്നതാണ്, ഈ കുഴിബോംബെല്ലാം നിർമ്മിച്ച് സൈനികരെ വലിയ രീതിയിൽ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം നാം മുൻപെല്ലാം കണ്ടിട്ടുണ്ട്. അതിന് പകരമായി തന്നെ വലിയൊരു തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഛത്തീസ്ഗഡ് മേഖലയിൽ ഇന്നലെയും ആക്രമണമുണ്ടായി. കഴിഞ്ഞ കുറച്ച് കണക്കുകൾ തന്നെ പറയാം. 2024 ഒക്ടോബർ 4 ബസ്തർ മേഖലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ അന്ന് 38 മാവോയിസ്റ്റുകളെയാണ് സൈന്യം വധിച്ചത്. പിന്നീടുണ്ടായത് ഈ വർഷം ജനുവരി 12 ഉണ്ടായ ഏറ്റുമുട്ടലിൽ 2 വനിതകളടക്കം 5 പേരെ ഇതുപോലെ വധിക്കുന്ന സാഹചര്യമുണ്ടായി. 2015 ജനുവരി 16 ബീജാപൂരിലെ വനമേഖലയിൽ 12 പേരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. പിന്നീട് 5 ദിവസം കഴിഞ്ഞ് അതിന് സമീപം തന്നെ മറ്റൊരു ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു. അവിടെ 14 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. പിന്നീട് ഇപ്പോഴും ഉണ്ടായിരിക്കുന്ന കുറച്ച് നാൾ മുമ്പ് ജനുവരി 31 അന്ന് 8 പേരും മരണപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം ഇന്നലെ നടന്ന ഏറ്റുമുട്ടലിൽ 31 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. അതിൽ 11 പേർ വനിതകളും ബാക്കി ഇത്തരം മാവോയിസ്റ്റ് പ്രവർത്തകരുമാണ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ ഈ ഏറ്റുമുട്ടലിൽ ഇന്ത്യയിലെ 2 സൈനികരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഞായറാഴ്ച രാവിലെ ഇന്ദ്രാവതി നാഷണൽ പാർക്ക് വനത്തിനുള്ളിലാണ് ഈ ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നത്. തുടർച്ചയായി തന്നെയാണ് ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് അറിയാം, ഈ ഛത്തീസ്ഗഡും ഒറീസയും അടക്കമുള്ള പ്രദേശങ്ങൾ ഒരു കാലത്ത് മാവോയിസ്റ്റുകളുടെ കയ്യിലായിരുന്നു. ഈ ഭരണ സംവിധാനങ്ങളൊന്നും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ തന്നെ ഭയപ്പെട്ടിരുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ മികച്ച റോഡുകൾ നിർമ്മിക്കാനോ ഭക്ഷ്യ സാധനങ്ങൾ എത്തിക്കാനോ ഒന്നും മാവോയിസ്റ്റുകൾ അനുവദിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ തിരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ വോട്ട് ചെയ്യാൻ ഏതെങ്കിലും ആദിവാസികളോ അവിടുത്തെ സാധാരണക്കാരോ ശ്രമിക്കുകയാണെങ്കിൽ അവരെ കൊലപ്പെടുത്തുന്ന അവസ്ഥയുണ്ട്. അല്ലെങ്കിൽ പോകാറില്ല, അല്ലെങ്കിൽ കൊലപ്പെടുത്തും, അല്ലെങ്കിൽ അവരെ ആക്രമിക്കും, ഒറ്റപ്പെടുത്തും എന്ന് അങ്ങനെ ഒരു ജനാധിപത്യം, ഈ പാർട്ടി എന്ന് പറയുമ്പോൾ ജനാധിപത്യം അല്ലേ, എല്ലാവർക്കും തുല്യത ഉണ്ടാക്കാൻ വേണ്ടിയാണ് മാവോയിസം എന്ന് പറയുമ്പോഴും ആ രീതിയിലേക്ക് മാറുന്നൊരു സാഹചര്യം. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തത്വശാസ്ത്രം അങ്ങനെയാണ്. ഈ ജനാധിപത്യവും ജനഗീതയെല്ലാം പറഞ്ഞ് അധികാരത്തിൽ വന്നാൽ പിന്നെ അത് വലിയ രീതിയിൽ ഫാസിസ്റ്റ് നിലപാടിലേക്ക് മാറുന്ന രീതിയാണ് ഉള്ളത്. അത് നാം ചൈനയിൽ കണ്ടിട്ടുണ്ട്, ഉത്തര കൊറിയയിൽ കണ്ടിട്ടുണ്ട്, കണ്ണൂരിൽ ഉൾപ്പെടെ കാണുന്നതല്ല. പാർട്ടി ഗ്രാമങ്ങളിൽ മറ്റു പാർട്ടിക്കാർ കൊടിയുമായി പോവുകയാണെങ്കിൽ അവരെ ആക്രമിച്ച് അതോടെ തീരും. പിന്നെ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം തന്നെ അവസാനിപ്പിക്കുന്ന കാഴ്ചയുണ്ട്. അതോടൊപ്പം തന്നെ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പോലും അവിടെ ഒരു എതിർ സ്ഥാനാർത്ഥി മത്സരിക്കാൻ പാടില്ല. കണ്ണൂരിലെ പല പാർട്ടി ഗ്രാമങ്ങളിൽ മത്സരിച്ചാൽ അവൻ്റെ വീട്ടിൻ്റെ കിണറ്റിൽ തലമുടിയോ അതോ ഇനി ചത്ത കോഴിയോ ആ രീതിയിലേക്ക് ആ വെള്ളം കൂടി വരെ മുട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതേപോലെ ആരെങ്കിലും വോട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ അവരെ മർദ്ദിക്കുക, ബൂത്ത് ഏജന്റായിരിക്കുന്നവർ അവരെ മർദ്ദിക്കുക. അതുകൊണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അങ്ങ് ഛത്തീസ്ഗഡിലെ കമ്മ്യൂണിസ്റ്റ് മാവോയിസ്റ്റുകളും ഉത്തര കൊറിയയിലെ മാവോയിസ്റ്റുകളും ചൈനയിലെ മാവോയിസ്റ്റുകളും ആഫ്രിക്കൻ രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റുകളും എല്ലാവരും ഒരേ ആശയമാണ് പിന്തുടരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമല്ല ഇവിടെയും ഉണ്ടായിരിക്കുന്നത്. അതിനെതിരെ കൃത്യമായി തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇടപെടുന്നത്. മുൻകാലങ്ങളിൽ പല സർക്കാരുകളും ഇത് വലിയ ഗൗരവകരമായി എടുത്തിട്ടില്ല. പക്ഷേ ഈ ഇടക്കാലത്തെല്ലാം ഒരു ചർച്ച തന്നെ ഉയർന്നു വന്നിട്ട് ഈ അതിർത്തി പ്രദേശങ്ങളിലാണല്ലോ എപ്പോഴും ജമ്മു കാശ്മീറും ഇന്ത്യയുടെ മറ്റു ബോർഡറുകളിലാണല്ലോ ഈ സൈനികർ ഏറ്റവും അധികം കൊല്ലപ്പെടുന്നത് എന്നൊരു ആശങ്ക കൃത്യമായി തന്നെ നമുക്കൊരു ധാരണ ഉണ്ടായിരുന്നു. ഈ പാകിസ്ഥാൻ സൈനികരുടെ ഏറ്റുമുട്ടലിലാണ് ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെടുന്നത്. ജമ്മു കാശ്മീരിലെ ഭീകരവാദികളുടെ വെടിവയ്പ്പിലാണ് ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെടുന്നത്. പക്ഷെ അതിനേക്കാളെല്ലാം ഇരട്ടിയാണ് ഇന്ത്യയിലെ ഉള്ളിലുള്ള ഈ മാവോയിസ്റ്റുകളുടെ ആക്രമണത്തിൽ ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെടുന്നതെന്ന നിർണായകമായ കണക്കുകൾ പുറത്തു വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അമിത്ഷാ അടിയന്തരമായി തന്നെ പ്രത്യേകിച്ച് ഈ മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള സംസ്ഥാനങ്ങളുടെ ആഭ്യന്തര മന്ത്രിമാരുടെ ഒരു യോഗം കൂടുകയും ആ യോഗത്തിലാണ് ഇത്തരം ചില നിർണായകമായ തീരുമാനം നൽകുകയും അതോടൊപ്പം തന്നെ ഈ സംസ്ഥാനങ്ങൾക്കെല്ലാം കൃത്യമായ മാവോയിസ്റ്റുകളെ അമർച്ച ചെയ്യാൻ വേണ്ടി പ്രത്യേക ഫണ്ട് തന്നെ രൂപീകരിക്കുന്നു, പ്രത്യേക സൈനികരെ രൂപീകരിക്കുന്നു, അവർക്ക് കൃത്യമായ ആയുധങ്ങൾ നൽകുന്നു. കേരളത്തിൽ തന്നെ ഉണ്ട് തണ്ടർ ബോൾട്ട് അടക്കമുള്ളവർ ഇതിനു വേണ്ടി പ്രത്യേക പരിശീലനം നേടിയവരാണ്. അവരുടെ എല്ലാം
പണ്ട് അവരെല്ലാം ഇപ്പോൾ കൃത്യമായി തന്നെ തിരിച്ചടി നൽകുന്നു. ആ തിരിച്ചടി മാത്രമല്ല, ഈ ആദിവാസികൾക്ക് കൃത്യമായി തന്നെ വിദ്യാഭ്യാസം നൽകുന്നു, അവർക്ക് ഈ സൗജന്യമായ ആഹാരം ഭക്ഷ്യസാധനങ്ങൾ എത്തിക്കുന്നു, മികച്ച റോഡുകൾ എത്തിക്കുന്നു. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെയും ഇപ്പോൾ സർക്കാർ മുന്നോട്ട് പോകുന്നു. ഇടക്കാലത്തായിരുന്നു ദേവേന്ദ്ര ഫഡ്നാവിസ് മുഖ്യമന്ത്രി ആയതിനു ശേഷമായിരുന്നു മഹാരാഷ്ട്രയിൽ 30-ലധികം വരുന്ന മാവോയിസ്റ്റുകൾ കീഴടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ കീഴടങ്ങുമ്പോൾ അവർക്ക് കൃത്യമായ ജോലി നൽകുകയും അവരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുവാനുള്ള രീതികളിലേക്കെല്ലാം സർക്കാരും ഇപ്പോൾ കടന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഒരു പ്രതിഫലനം പലയിടങ്ങളിലും മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ജനങ്ങൾ പുറത്തിറങ്ങി വോട്ട് ചെയ്യാൻ വരുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ജനാധിപത്യത്തെ വിശ്വസിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ മാവോയിസ്റ്റുകൾ ആദ്യം തന്നെ അങ്ങനെയാണല്ലോ, ഇന്ത്യ ഭരണകൂടത്തിനെതിരെയാണ് പ്രവർത്തിക്കുന്നത്. ഈ നിങ്ങളെല്ലാം സാധാരണക്കാരാണ്, ആദിവാസികളാണ്, നിങ്ങളുടെ അവകാശങ്ങൾ ഭരണകൂടം തട്ടിയെടുക്കുകയാണ്, നിങ്ങളുടെ പണം ഈ ഭരണകൂടം തട്ടിയെടുക്കുകയാണെന്നൊരു ബോധം ഈ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയാണ് ഇവർ വിജയം കൊയ്തുകൊണ്ടിരുന്നതും ഇത്തരം ആക്രമണ പ്രവർത്തനങ്ങളിലേക്ക് ഈ ആദിവാസികളെ ഉൾപ്പെടെ ഇരയാക്കുന്നതും ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവർ പുറത്തുനിന്ന് വന്ന് ഈ ആദിവാസികളെ സംഘടിപ്പിച്ച് ഈ ആദിവാസികളെ കൊലയ്ക്ക് കൊടുക്കുന്ന രീതിയാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അത് ഇപ്പോഴും അങ്ങനെയാണ്. ഇത് ചിലപ്പോൾ ഈ മരണപ്പെട്ടവരെ കണക്കെടുക്കുമ്പോൾ അവിടുത്തെ പ്രാദേശികമായുള്ള സാധാരണക്കാരെ ജനങ്ങളായിരിക്കും കൊല്ലപ്പെടുന്നത്. അതിൽ നിന്നെല്ലാം മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായി അറിയപ്പെടുന്ന ഛത്തീസ്ഗഡിൽ ഉൾപ്പെടെ ഈ 3 ജവാന്മാർക്കും 2 പേർ മരണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ അതാണ് പറഞ്ഞത്, ഇന്ത്യയിൽ ഏറ്റവും അധികം സൈനികർ കൊല്ലപ്പെടുന്നത് മാവോയിസ്റ്റുകളുടെ അക്രമത്തിലായിരുന്നു. കുറച്ച് നാൾ കണക്കെടുത്ത് നോക്കുമ്പോൾ നമുക്കത് കൃത്യമായി തന്നെ അറിയാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ വളരെ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഇടക്കാലത്ത് കേരളത്തിൽ തന്നെ 3-4 മാവോയിസ്റ്റുകളുടെ പിടികൂടുന്ന സാഹചര്യമുണ്ട്. വയനാട് കേന്ദ്രീകരിച്ച്, കണ്ണൂർ കേന്ദ്രീകരിച്ച് അവർ വലിയ സാന്നിധ്യമാകാൻ ശ്രമിക്കുന്നുണ്ട്. അവർ ഇപ്പോൾ കേരളത്തിൽ കൂടുതൽ സാന്നിധ്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത് കർണാടകയും തമിഴ്നാടെല്ലാം ഇവരെ വെടിവെച്ച് കൊല്ലുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കയ്യിൽ കിട്ടിയാൽ വെടിവെച്ച് കൊല്ലുന്ന സാഹചര്യം. കേരളത്തിൽ എന്തായാലും ആ സാഹചര്യമില്ല. ഇടക്കാലത്ത് തന്നെ വയനാട്ടിൽ ഒരു വൈത്തിരിയിലുണ്ടായ വെടിവെപ്പിൽ ഒരാൾ മരണപ്പെട്ടപ്പോൾ CPI അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് കേരളമാണ്, മനുഷ്യാവകാശ പ്രശ്നമാണെന്ന രീതിയിലുള്ള ചർച്ചകൾ ഉയർന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ അങ്ങനെ വലിയ ഏറ്റുമുട്ടലിലേക്കൊന്നും ഇനി പോകാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ തമിഴ്നാട്ടിലും കർണാടകയിലും ഒറീസയിലും ഛത്തീസ്ഗഡിലൊന്നും ആ സമീപനമല്ല. അവർ തങ്ങൾക്കെതിരെ ആരാണ് അക്രമം നടത്തുന്നത് അവർക്കെതിരെ കൃത്യമായ മറുപടി കൊടുക്കുവാനാണ് ആ സർക്കാരുകൾ പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. അത് തുടരുകയാണ്. ഈ സാധാരണക്കാരായ ജനങ്ങളെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തി ഒരു മാറ്റം ഉണ്ടാക്കുക എന്നാണ് ഇപ്പോൾ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബീഹാറിലെല്ലാം ഉണ്ട്. ബീഹാറിൽ ഒരു കാലത്ത് നക്സലൈറ്റ് പ്രസ്ഥാനമായിരുന്നു CPML എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടായിരുന്നില്ല. ആ പാർട്ടി ഇപ്പോൾ പൂർണ്ണമായി തന്നെ ഇത്തരം ആക്രമണങ്ങളെല്ലാം വച്ച് നിർത്തി അവർ ജനാധിപത്യ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. പഴയ CPM-MLകാരൊക്കെ മറ്റു പല വഴികൾ തേടി പോയി എന്നുള്ളതാണ്. അല്ല, ആ പാർട്ടി പക്ഷെ ബീഹാറിൽ ഇപ്പോൾ വലിയ കരുത്തായി മാറിയിട്ടുണ്ട്. അവർ 80-കളിൽ 90-കളിലാണ് ഈ അക്രമത്തിലേക്കെല്ലാം കടക്കുന്നൊരു സാഹചര്യമുണ്ട്. അത് അവർ ഈ മാവോയിസ്റ്റിൻ്റെ ഒരു പതിപ്പാണ്. ഇപ്പോൾ കഴിഞ്ഞ ബീഹാർ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അവിടെ 10-ലധികം സീറ്റ് നേടുന്ന സാഹചര്യമുണ്ട്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഒരു മണ്ഡലം വിജയിക്കാൻ കഴിഞ്ഞു, ഒരു MPയെ സ്വന്തമാക്കാൻ കഴിഞ്ഞു. അങ്ങനെ അവരെല്ലാം ജനാധിപത്യ രീതിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ മാവോയിസ്റ്റുകളും ഇങ്ങനെ മാറ്റം വന്ന് അവർ സ്വന്തം വലിയ രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിച്ച് രംഗത്ത് വരുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അത് ഇന്ത്യയുടെ ക്രമസമാധാനത്തെ തന്നെ ബാധിക്കുന്ന സാഹചര്യമുണ്ടാകും. അല്ലാത്ത പക്ഷം ഈ ഇന്ത്യൻ സൈനികർ കൃത്യമായി തന്നെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഒന്നെങ്കിൽ കീഴടങ്ങുക, അല്ലെങ്കിൽ കൊലപ്പെടുക, അല്ലെങ്കിൽ മരണപ്പെടുക എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടക്കമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.